ഈ കുട്ടിയേക്ക് സ്കൂൾക്ക് പോവാൻ നല്ലൊരു റോഡ് വേണം. ഈ നാട്ടുകാർക്ക് വണ്ടികൾ തള്ളിക്കയറ്റാതെ പോണ ഒരു റോഡ് വേണം. അതിന് നിങ്ങൾ ഓരോരുത്തരെയും ഷെയർ വേണം. ഞാനിന്ന് വന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിലാണ്. പെരുമണ്ണ മുണ്ടുപാലം റോഡിനും ഇങ്ങോട്ട് കുറച്ച് പോന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലെക്സ് കാണാം. EMS സഖാവിന്റെ പേരിലുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾക്കും വിദ്യാത്മിക പബ്ലിക് സ്കൂൾക്കും പിന്നെ കണ്ടമാനം പെരകൾക്കുള്ള ഒരു റോഡ്. എന്നാ ഇത് റോഡാണോ? റോഡ് എന്ന് പറഞ്ഞാൽ റോഡ് എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചോൻ വരെ നീട്ടും. മരണക്കിണറിൽ സ്കൂട്ടർ വിട്ട പരിചയമുള്ളവൻ വരെ ഇവിടുത്തെ കുഴികളിൽ മുട്ടുകുത്തി വീകും. കണ്ടില്ല നിങ്ങൾ? മൂപ്പര് വന്ന വരെ ഒരു ബൈക്ക് അവിടെ നിർത്തി ചേച്ചിനെ ഇറക്കിയത്. ബൈക്ക് കയറ്റം വലിച്ചാഞ്ഞിട്ടല്ല, ഈ കുഴിയിൽ ചേച്ചി വീണാല് മൂപ്പരെന്നെ കൊണ്ടുപോകണ്ടേ. അതുകൊണ്ട് കുഴി കണ്ടാല് അപ്പം ബാക്കിൽ ഇരിക്കണോല് ഇറങ്ങണേ. പെരുമണ്ണ പഞ്ചായത്തിലെ വാർഡ് 4 5 പെടുന്നേ UDFന്റെ മെമ്പർമാരുള്ള ഒരു റോഡിന്റെ അവസ്ഥയാണിത്. ബൈക്കാരെ അവസ്ഥ ഇതാണെങ്കിൽ വല്യണ്ടിക്കാരെ അവസ്ഥ എന്തായിരിക്കും? ആ വരുന്നത് സ്കൂൾക്കുള്ള വണ്ടികളാണ്. പോണ കോലം നോക്കി, നടന്നു പോണ കുട്ടികളെ അവസ്ഥ നോക്കി. ഇനി കാര്യത്തേക്ക് കിടക്കാം. നെച്ചിയിൽ താഴൻ ചെനപ്പാറക്കുന്ന് റോഡിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് മുണ്ടാതെ നിൽക്കുന്നത് വാർഡിലെ മെമ്പറാണെങ്കിലും പഞ്ചായത്താണെങ്കിലും MLA ആണെങ്കിലും MP ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ ആ രാഷ്ട്രീയ കളി ഇനി നടക്കൂല. 4 ലക്ഷം റുപ്യന്റെ എന്തോ ഒരു ഫണ്ട് വെച്ചിനല്ലേ, അതിൽ തോനെ കൊടുത്താൽ UDFന് ക്രെഡിറ്റ് കിട്ടുമെന്ന് പഞ്ചായത്ത് ഭരിക്കണ LDFന് പേടി. ഫ്ലക്സുമ്മൽ ഫോട്ടോ വരാനാണല്ലോ നിങ്ങളൊക്കെ വികസനം ചെയ്യല്. 4 ലക്ഷത്തിന്റെ ടെൻഡറായോ? ഈ കോലത്തിൽ കിടക്കുന്ന റോഡ് നന്നാക്കാൻ ഇത്ര പൈസ മതിയോ? അയിന്ന് മുക്കാനും നക്കാനും കക്കാനുള്ളതൊക്കെ കഴിഞ്ഞിട്ട് ഈ റോട്ടുമൊക്കെ എത്ര ഇറങ്ങും? നാലേ ഒരു വരവ് വെള്ളിയിട്ട വെള്ളിമൂങ്ങകള് ഈ റോഡിനൊന്ന് വരിക, എന്നിട്ട് ഒന്ന് നടന്ന് അളന്ന് നോക്കുക. അപ്പൊ അറിയാം റോഡിന്റെ അവസ്ഥ എന്താണെന്നും ഇതിമക്ക് എത്ര ഫണ്ട് വേണമെന്നും. ഈ പ്രായമായ മനുഷ്യൻ ഓട്ടോറിക്ഷയിൽ കുട്ടികളെ കൊണ്ടുവന്നതാ. ഓട്ടോറിക്ഷ ഇങ്ങോട്ട് കയറ്റാൻ ധൈര്യം പോരെ കുട്ടിയെ. അതുമല്ല വണ്ടി പരിപ്പാകും, അതുകൊണ്ട് നടന്ന് കുട്ടികളെ കൊണ്ടുപോവാണ്. കയറ്റം കയറാത്തോണ്ട് രാവിലെ സ്കൂൾക്ക് കുട്ടികളെയും കൊണ്ടുപോണ വണ്ടി തള്ളി കൊടുക്കാൻ നാട്ടുകാർ ഇറങ്ങി നിൽക്കേണ്ട അവസ്ഥയാണ്. ഈ പ്ലാറ്റിന ബൈക്കും കൊണ്ടുവന്ന ആളൊക്കെ കല്ലിന്റെ വിക്രസിൽ വികാത്ത് ഭാഗ്യം. വണ്ടി വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഷഹാദത്ത് കലിമ ചെല്ലാതെ ഇറക്കാനും കയറ്റാനും ഒരാൾക്കും കഴിയൂല. ഈ ഏരിയയിലെ വലിയൊരു ഡ്രൈവറാണല്ലോ ഈ വരുന്ന ദോസ്താരൻ. ആ വണ്ടി നാട്ടുകാർ ഉന്തി തള്ളി കൊടുക്കേണ്ട അവസ്ഥയെ. ഇവിടുത്തെ മീൻകാരനാണെന്ന് തോന്നുന്നുണ്ട്. മൂപ്പരാക്കാക്ക് ഐസ് പൊടിച്ചേണ്ട ആവശ്യം വരൂല. ഐസൊക്കെ ഈ റോട്ടുമക്കൂടാണ് പോണതോടുകൂടി പൊടിയായി. ഫേഷ്യലും ചെയ്ത് സൺക്രീം ഇട്ട് വരുന്ന ഈ മൊഞ്ചത്തി കുട്ടികളെ ചൊർക്കൊക്കെ ഈ റോഡൊന്നും അങ്ങോട്ട് കയറി ഇറങ്ങണതോടുകൂടി പോവാണ്. നായോ പട്ടിയോ വന്നാൽ ഏറിയാനുള്ള കല്ല് തെരഞ്ഞ് പഴക്കം പായണ്ട. 25 ലോഡ് മെറ്റൽ സൈസിലുള്ള വലിയ കല്ല് ഈ റോട്ടുമലുണ്ട്. 1 മുതൽ 10 വരെ ചെറിയ മക്കൾ തൊട്ട് നടന്നും ബസ്സിലും ഓട്ടോറിക്ഷയിലും ബാപ്പാന്റെ ഒപ്പവും അച്ഛൻ്റെ ഒപ്പവും ബൈക്കിലും വന്ന് പഠിച്ചിന വിദ്യാത്മിക പബ്ലിക് സ്കൂൾ. അതിന്റെ തൊട്ടുപ്പുറത്തായിട്ടുള്ള പ്രിയപ്പെട്ട EMS സഖാവിന്റെ പേരിലുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 8 മുതൽ +2 വരെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെയുണ്ട്. ഓരൊക്കെ പോണ റോഡാണിത്. ഇനി നാട്ടുകാരും മാഷുമാരും ടീച്ചർമാരും ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് പോണ ഒരു വഴിയുണ്ട്. ഒരു ബൈക്കിന് പോകാൻ മാത്രമുള്ള ഒരു വഴി. ഇത് കട്ടട്ടത് പഞ്ചായത്താണെന്ന് കട്ട വിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ കട്ടന്റെ 3/4 ഭാഗം നാട്ടുകാർ പിരിവിട്ടിട്ടതാണെന്ന് പറയാൻ പറഞ്ഞു. അതിന്റെ കുറച്ച് ഭാഗം കഴിഞ്ഞ കൊല്ലത്തെ പഞ്ചായത്ത് ഭരണസമിതി കട്ടട്ട തന്നെയാണ്. അത് സമ്മതിച്ചേരാം. ഇനിയിപ്പോ ഈ വഴി വന്ന് ചാടുന്നത് എങ്ങട്ടാ നോക്കി. ഇതാണ് അവസ്ഥ. ധാരങ്ങട്ടിട്ടാൽ നല്ലൊരു റോഡാകണ ഒരു റോഡ് അവിടെ ഉണ്ടായിട്ട് ക്രെഡിറ്റ് പോവോന്ന് പേടിച്ച്, ഫ്ലക്സിൽ ഫോട്ടോ വരൂലേന്ന് പേടിച്ച് UDFും LDFും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കളിച്ചിന പൊറാട്ട നാടകം. ഇതൊന്നും അങ്ങോട്ട് നിർത്തിക്കൂടെ? നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് കക്കാതി നക്കാതി മുക്കാതി എത്ര ഫണ്ട് വരും വെച്ചാൽ അത് വെച്ച് മനുഷ്യന്മാർക്ക് നടക്കാനും വണ്ടിയും കൊണ്ട് പോവാനുള്ള കോലത്തിലാക്കി. അടുത്ത വോട്ട് വരുമ്പം ചെയ്ത വികസന നേട്ടങ്ങൾ എന്ന് പറഞ്ഞ് വെണ്ടക്ക അക്ഷരത്തിൽ പഞ്ചായത്തിന്റെ മുന്നിലും വാർഡുകളിലൊക്കെ ഫ്ലക്സ് വെക്കാനെങ്കിലും ഈ റോഡൊന്ന് ധാർ ചെയ്തു എങ്ങൈമാരെ. പ്രിയപ്പെട്ട EMS സഖാവിന്റെ പേരിലുള്ള ഈ സ്കൂളിന് ഇവിടെ അടുത്താണ് ചൊർക്കുള്ള ഒരു ബിൽഡിംഗ് തുറന്നു കൊടുത്തത്. പറഞ്ഞിട്ടെന്താ കാര്യം? ഈ സ്കൂൾക്ക് വരുന്ന കുട്ടികൾക്ക് നല്ലൊരു റോഡാക്കി ധാറിട്ട് കൊടുക്കാൻ ക്രെഡിറ്റ് പോവോന്ന് പേടിച്ച് ഇങ്ങനെ തട്ടി കളിച്ചുമ്പോൾ ഈ സ്കൂൾക്കൊക്കെ പോണ ഈ മക്കളൊക്കെ 18 തികഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ളവരാണ്. നിങ്ങൾ ഓർക്കുക, അന്ന് എൽനീമ്പൂളിന് വെട്ടോണ്ട ചിറിയും ചിരിച്ച് ഇവലൊക്കെ മുന്നിൽ ഇന്നെ ജയിപ്പിച്ചണട്ടോ, എന്റെ കെട്ടിയോളെ ജയിപ്പിച്ചണട്ടോ എന്ന് പറഞ്ഞു പോയാൽ ഈ കുട്ടികളെ ഒരൊറ്റ ചോദ്യം മതി, നിങ്ങൾ ഐസ് പോലെ ഒരുങ്ങാൻ. ഞങ്ങൾ പഠിച്ചാൻ പോയിന് സ്കൂൾക്കുള്ള റോഡിന്റെ അന്നത്തെ അവസ്ഥക്ക് കാരണം നിങ്ങളല്ല ഇനിയോന്ന്. ഈ കുട്ടികൾ കൈ പിടിച്ച് നിൽക്കണ ഈ കല്ല് ഈ നാട്ടിൽ നിന്ന് ജയിച്ചു പോയി ഈ കോലത്തിൽ നാടും നാട്ടുകാരും പൈത മക്കളും ഇടങ്ങറാവുന്നത് കണ്ടിട്ടും അതൊക്കെ നിങ്ങളെ ചെവിയിലെത്തിയിട്ടും കണ്ണു തുറക്കാതെ ഇടങ്ങാറിന്റെ അങ്ങേയറ്റത്തേക്ക് ഇടങ്ങറാക്കണ മെമ്പർമാർക്കും പഞ്ചായത്തിനും സാധാരണക്കാരന്റെ നികുതി കൊണ്ട് നക്കിയിട്ടും വെക്കണ ഫണ്ടെന്ന് മുക്കിയിട്ടും ഫ്ലക്സിമൽ അഭിവാദ്യം കിട്ടാൻ ക്രെഡിറ്റ് പോകുമെന്ന് പേടിച്ച് ഒരുമാതിരി കൂസലാണ്ടി പരിപാടി എടുത്താൽ കുട്ടികളും നാട്ടുകാരും കല്ലെടുക്കും. നിങ്ങളെ കുട്ടികളാണ് ഇങ്ങനത്തെ റോട്ടുമ്മ കൂടെ സ്കൂൾക്ക് പോകണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സഹിച്ചോ? ദാറ് നാത്തൂൻ്റെ അടുക്ക് വിരുന്ന് പോയ ഈ റോട്ടുമെന്ന് കല്ല് കാണാത്ത കുട്ടികളും നാട്ടുകാരും കുത്തിക്കുലുങ്ങാതെ പോണേ ഒരു റോഡ് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മലയാള സിനിമയിലെ കണാരേട്ടനായ നമ്മൾ ഹരീഷ് കണാരന്റെ നാടായ പെരുമണ്ണയെന്നും നമ്മൾ പോവാണ്. കൂടാത്ത ചങ്കുകളെ കൂടാൻ ഓർമ്മിപ്പിച്ച് പല ആൾക്കാരും പറയാൻ പേടിച്ചേ മറ്റൊരു വീഡിയോയായിട്ട് സാധാരണക്കാരൻ്റെ ഒപ്പം മറ്റൊരു സ്ഥലത്ത് കാണാം.